ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് ബാബു എന്നാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഞാനിന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് വെഹിക്കിൾ ഇൻഷുറൻസിൻ്റെ ഒരു ഭാഗമായ ലയബിലിറ്റി അഥവാ തേർഡ് പാർട്ടി ഇൻഷുറൻസ്. എന്താണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്, എന്തിനു വേണ്ടിയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്, എല്ലാവർക്കും അറിയാവുന്നുള്ളതും വളരെ കുറച്ച് പേർക്കെങ്കിലും അറിയില്ല എങ്കിൽ അതിലേക്കുള്ള അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തേർഡ് പാർട്ടി അഥവാ ലയബിലിറ്റി പോളിസി എന്താണെന്ന് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു വാഹനം റോട്ടിലൂടെ നമ്മൾ ഓടിക്കണമെങ്കിൽ ഇന്ന് തേർഡ് പാർട്ടി അഥവാ ലയബിലിറ്റി ഇൻഷുറൻസ് പോളിസി നിർബന്ധമാണ്. നേരത്തെ കാലത്ത് പോലീസ് പിടിക്കുക, ഫൈൻ അടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഇന്ന് പലയിടത്തും ക്യാമറയിലൂടെ, അതായത് ആ ഏരിയയിലൂടെ, ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള ഏരിയയിലൂടെ പോകുന്നതോടെ പിടിക്കപ്പെടുകയും നോട്ടീസ് RC ഓണറുടെ അഡ്രസ്സിലേക്ക് വരികയും ഫൈൻ അടക്കാൻ നിർബന്ധമായി തീരും. അതുകൊണ്ടും അല്ലാതെയും ഇത് കമ്പൽസറി ആണ്. തേർഡ് പാർട്ടി അഥവാ ലയബിലിറ്റി പോളിസി നിർബന്ധിതമാണ്. മെയിൻലി 4 പൊതുമേഖലാ കമ്പനി, ന്യൂ ഇന്ത്യ, ഓറിയന്റൽ, നാഷണൽ, യുണൈറ്റഡ്, 4 പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളും 27ഓളം പ്രൈവറ്റ് കമ്പനികളും അടങ്ങിയതാണ് ഈ ഇൻഷുറൻസ് മേഖല, വെഹിക്കിൾ ഇൻഷുറൻസിൻ്റെ മേഖല കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ലെങ്കിൽ ലയബിലിറ്റി പോളിസി വാഹനം ഓടിക്കുന്നതിൽ നിർബന്ധിതമാണ്. അത് വാഹനത്തിന് മാത്രം ബാധിക്കുന്നതാണ്. അതോടൊപ്പം PA ഓണർ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ RC ഓണർക്ക് മാത്രമുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കും അതിനകത്ത്. അതോടൊപ്പം ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അൺനെയിംഡ് പേഴ്സൺ. എന്താണ് ഈ അൺനെയിംഡ് പേഴ്സൺ? അതായത് RC ഓണർക്ക് മാത്രമാണ് തേർഡ് പാർട്ടിയിൽ ഈ PA കവർ വരുന്നത്. അതായത് PA ഓണർ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവർ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡാണ്. അത് മുടിയും അടക്കുമ്പോഴാണ് ഒരു 275 രൂപ അടച്ചാലാണ് 2 വീലറിനെ സംബന്ധിച്ച് ഒരു 15 ലക്ഷം രൂപയുടെ കവർ, അത് ഡെത്ത് കവറാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഡെത്ത് കവറിന് ഈ RC ഓണർ അർഹനാണ്. വേറൊരു വ്യക്തിയാണ് ഈ വാഹനം ഓടിച്ചിട്ട് മരണപ്പെടുക, ആരും തന്നെ മരണപ്പെടാതിരിക്കട്ടെ, പക്ഷെ അപൂർവമായിട്ട് അങ്ങനെ നമ്മളുടെ ദേശീയ സേവന മാധ്യമങ്ങളിലൂടെ 5-6 പേര് ഒരു ദിവസം മരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ RTO മുഖേന അല്ലെങ്കിൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കണക്കുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. വിശദമായി നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. അപ്പം നമ്മളാർക്കും അത് വരാതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. എങ്കിൽ പോലെ ഏതെങ്കിലും ഒരു നിർഭാഗ്യശാലി അങ്ങനെ സംഭവിച്ചാൽ 15 ലക്ഷം രൂപയുടെ കവർ ഒരു 275 രൂപ കൊടുത്ത് നമ്മളാരും അറിഞ്ഞോ അറിയാതെ എടുക്കുന്നുണ്ട്. അതോടൊപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ ആഴ്ചക്ക് മുന്നേ ഉണ്ടായ അപകടത്തിൽ 2, അതായത് ഭാര്യയും ഭർത്താവും സ്പൗസ് ഒരുമിച്ച് പോകുന്ന യാത്രയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവർ 2 പേരും മരിക്കപ്പെട്ടു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ അതിൻ്റെ നോമിനിക്ക്, മക്കൾക്കോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും, അവർ മരിച്ചിട്ട് പൈസ കിട്ടാൻ വേണ്ടി ചേരുന്നതല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ആ കുടുംബത്തിന് ഡിപ്പെൻഡേഴ്സ് അനാഥമാകുന്നു. ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ അതിലേക്കൊരു സാമ്പത്തിക ആ കഷ്ടത്തെ അല്ലെങ്കിൽ ആ നഷ്ടത്തെ, ഒരു സാമ്പത്തിക ലോസിനെ, ആ സാമ്പത്തിക അരക്ഷിതാവസ്ഥയെ തൽക്കാലം ഒരു ശമനം എന്നുള്ളതൊക്കെ കിട്ടാനുള്ള ഒരു സാമ്പത്തിക നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് അൺനെയിംഡ് പേഴ്സണെ എല്ലാവരും കുറേ പേർക്കൊക്കെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കാണ് ഈ പറയുന്നത്. ഒരു 70 രൂപ നമ്മൾ മുടക്കാൻ തയ്യാറായാൽ 70 140 രൂപ പ്ലസ് ടാക്സ് അടക്കാൻ കഴിഞ്ഞാൽ 1 ലക്ഷം പ്ലസ് 1 ലക്ഷം രൂപയുടെ ഒരു അഡീഷണൽ കവറിൻ്റെ പാക്കേജ് ഇതിൻ്റെ അകത്ത് വരും. അതുകൊണ്ട് എല്ലാ 2 വീലർ ഉപയോഗിക്കുന്നവരും അറിവില്ലാത്തവരുടെ അറിവിലേക്ക് സൂചിപ്പിക്കുകയാണ്. എല്ലാവരും 70 രൂപ പ്ലസ് 70 രൂപ പ്ലസ് അതിൻ്റെ ടാക്സ് കൂടി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ 1 ലക്ഷം പ്ലസ് 1 ലക്ഷം രൂപയുടെ ഒരു അഡീഷണൽ കവർ, അത് നമ്മളെ ഫാമിലി ആയിട്ട് പോകാം, കുട്ടികളായിട്ട് പോകാം, നമ്മുടെ റിലേറ്റീവ്, ഫ്രണ്ട്സ്, ആരെങ്കിലും ഈ വാഹനം RC ഓണർ അല്ലാത്ത ആരെങ്കിലും ഈ വാഹനം ഓടിച്ച് മരണപ്പെടാനുള്ള ഒരു ദുരൂഹ സാഹചര്യം, ഒരു അൺഫോർസർട്ടൺ ഉണ്ടാവുന്നെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഏതുപോലെ വാഹനത്തിന് ഒരു സ്റ്റെപ്പിന് വെക്കുന്ന പോലെ ഒരു മുൻകരുതൽ, ഒരു അഡ്വാൻസ് അറേഞ്ച്മെൻറ്റ് എന്നുള്ള നിലക്ക് നമ്മൾ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഏതാണെങ്കിലും പാക്കേജ് ആയിട്ട് ഏതാണെങ്കിലും ഇൻഷുറൻസ് പുതുക്കുമ്പോൾ അൺനെയിംഡ് പേഴ്സൺ എന്നുള്ളത് ഇതുവരെ ചെയ്യാത്തവരെ അത് ചെയ്താൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി വെക്കുന്ന ഒരു കരുതൽ ഇനി നമ്മൾക്കാർക്കും പറ്റിയില്ലെങ്കിൽ പറ്റുന്ന ആർക്കെങ്കിലും ലേക്കും പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ്. 1 ലക്ഷം രൂപയുടെ ഒരു കവറിന് 70, അതായത് 2 അൺനെയിംഡ് പേഴ്സണെ വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വെക്കണമെങ്കിൽ ഒരു 140 പ്ലസ് ടാക്സും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കവറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്.
അപ്പോൾ എല്ലാവർക്കും ഇത് അറിവില്ലാത്തവരുടെ ഒരു അറിവിലേക്ക് ഒരു അറിവായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങളുമായിട്ട് പല ഇൻഷുറൻസുകളും ഞാൻ ചെയ്യുന്നുണ്ട്. വെഹിക്കിള്, ഹെൽത്ത്, ലൈഫ്. ഇതിനെക്കുറിച്ച് അടുത്ത കുറേ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി, താങ്ക് യു. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു.